ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു റെസിൻ ബേബി ഹൂപ്പ് ഉണ്ടാക്കിയാലോ. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ ട്യൂട്ടോറിയലാണ് കേട്ടോ ഇത്. ആദ്യമായിട്ട് ഞാനൊരു ഹൂപ്പും അതിൻ്റെ അളവിലുള്ളൊരു ബേസും എടുത്തിട്ടുണ്ട്. എംബ്രോയ്ഡറി ഹൂപ്പാണ് ഞാൻ അതിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ബേസ് വരുന്നത് അക്രിലിക്കാണ്. അക്രിലിക് ബേസിൻ്റെ ഒരു ഭാഗത്ത് കോട്ടിംഗ് ഷീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ഫ്ലെക്സ് ക്വിക്ക് യൂസ് ചെയ്തിട്ട് ഹൂപ്പ് അതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. റെസിൻ റിപ്പായിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇൻസുലേഷൻ ടേപ്പിന് പകരം നമുക്ക് മാസ്കിംഗ് ടേപ്പ് ആയാലും യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഞാനിവിടെ എപ്പോക്കിൻ്റെ ബീച്ച് തീം സെറ്റാണ് എടുക്കുന്നത്. നമ്മളൊരു ബീച്ച് തീമിലാണ് കേട്ടോ ഹൂപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. സോ ഇതിലേക്ക് ആവശ്യമുള്ള റെസിന് ഞാൻ 3 ഗ്ലാസ്സിലായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് 3 കളേഴ്സാണ് നമ്മൾ യൂസ് ആക്കാൻ പോകുന്നത്. 3 ഒപ്പാക് പിഗ്മെൻറ്റ്സ് ആണ് കേട്ടോ. ഇനി നമ്മുടെ ബേസിലേക്ക് ഇസോപ്രോപ്പൈൽ ആൽക്കഹോൾ സ്പ്രേ ചെയ്യണം. ബബിൾസൊക്കെ ഒരു ലിമിറ്റ് വരെ ഇത് യൂസ് ചെയ്താൽ റിമൂവ് ആവും. ദെൻ ഓരോ കളേഴ്സായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഒരു ഐഡിയയിൽ ഇതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഒരുപാട് നേരം അതിൽ പണിയെടുത്തുകൊണ്ടാണോ എന്നറിയില്ല, സംഭവം ഡിസൈനൊക്കെ മാറി വേറെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. ബട്ട് എന്നാലും നല്ല രസമുണ്ട് കാണാൻ. ആഫ്റ്റർ 24 hours ഇതാ നമ്മുടെ ബേസൊക്കെ ഒന്ന് ഡ്രൈ ആയി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബീച്ച് പെബിൾസ് ആഡ് ചെയ്യാണ്. ആൻഡ് ഇതിൽ 2 ബീച്ച് ഷെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ബീച്ചിൻ്റെ ലുക്കൊക്കെ ആയി വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മുടെ ബേബി ഫോട്ടോ ടോപ്പിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യാം. ദെൻ നമ്മുടെ ബേബി ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കറാണ് പ്രിൻ്റ് ചെയ്തേക്കുന്നത് ഇതിനായിട്ട്. അതിനുശേഷം കുറച്ചുകൂടി ബീച്ച് പെബിൾസ് ഒക്കെ ഇട്ടിട്ട് സംഭവം ഒന്നുകൂടെ ഒന്ന് നൈസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ ഓഫ് റെസിനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ. ഇനി ഡ്രൈ ആയതിനു ശേഷമുള്ള നമ്മുടെ ഫൈനൽ ലുക്ക് കാണാം. സോ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട്സും സജഷൻസും എല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാം. ആൻഡ് വീഡിയോ ഇഷ്ടമായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.